യേശേ നമ്മളെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കുടുംബകാര്യൊക്കെ ചർച്ച ചെയ്തിട്ട് കുറെ നാളായല്ലേ. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്. നീ അവിടെ ചെന്നൈ കിടന്ന് ആരറിയാനാണ് ചേച്ചി പടി അല്ലേ അമ്മ? പിന്നല്ലേ എന്തിനാ ഇങ്ങനെ അടുത്ത് വിളിച്ചു പോകുന്നേ? അവരിങ്ങ് വന്നോളും. വരണ്ടേ എന്താ ചർച്ച ചെയ്യണ്ടേ? ആ മോനെ ഇരിക്കേ. അല്ല ഞാൻ നിന്നോളാം, കുഴപ്പമില്ല. സിധു നിനക്ക് പറയാനുള്ള പറ. അളിയാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിരുന്നേ. ഇതാടാ പെടലി വേനെടുക്കണ ഇങ്ങനെ നോക്കിട്ട് ഇരുന്നിട്ട് പറ. അല്ല എല്ലാരും കൂടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം അളിയന്റെ ഒറ്റ ഡയലോഗാണ്. ഏത് ഡയലോഗ്? പടവലത്ത് വീട് പൊളിക്കണമെന്ന് പറഞ്ഞില്ലേ? അയ്യോ അളിയാത് ഞാൻ ആ സമയത്ത് ചുമ്മാ പറഞ്ഞതാ. അമ്മൂമ്മ ഞാൻ ആ സമയത്ത് എന്റെ ഒരു അഭിപ്രായം ഫ്ലോയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അമ്മൂമ്മനെ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അല്ല മോനെ, മോൻ പറഞ്ഞതുപോലെ അത് പൊളിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത്. അളിയാ ഈ വാസ്തുശാസ്ത്ര പ്രകാരം വീടിനും ആയുസ് ഉണ്ടെന്നാണ്. മനുഷ്യനെ പോലെ തന്നെ വീടിനും ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ പല പല സ്റ്റേജുകളും ഉണ്ട്. ഇപ്പം നമ്മുടെ പടവലം വീട് ഏറെക്കുറെ ആയുസ് തീർന്ന ഒരു വാർദ്ധക്യ സ്റ്റേജിലാണ്. ഈ ആയുസ് തീർന്ന വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇവൻ പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ചിലപ്പോ നമ്മുടെ വീടിന്റെ ആയുസ് തീരാറായി കാണും എന്നും പറഞ്ഞ് അങ്ങനെ പൊളിക്കാൻ പറ്റുമോ? അടുക്കള വെച്ചിട്ട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. തീരുമാനിച്ച അങ്ങ് പൊളിച്ചോണം ആയിരുന്നല്ലോ. അത് അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞത്, ഇതിപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞത്. ആരും താമസിക്കാനില്ലാതെ വീട് ശരിയാക്കി പൈസ കളഞ്ഞോണ്ടിരിക്കണോ? അമ്മമ്മേ വീട് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ പറമ്പ് മാത്രല്ലേ കാണത്തുള്ളൂ. അത് പറ്റൂല. പടവലത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ താമസിക്കാൻ ഒരു വീട് വേണ്ടേ? അത് വേണം. ഇപ്പൊ പടവലം വീട് പൊളിക്കുകയാണെങ്കിൽ അവിടെ പോകുമ്പോ തങ്ങ ഒരു പുതിയ വീട് വെക്കണം. എന്നിട്ട് പുതിയ വീട് കൊടുത്തിട്ട് നമ്മൾ പോകുന്നവരത് പൂട്ടിയിടണം അവിടെ. വീട് കെട്ടരുതായിരുന്ന പെരുസാ കെട്ടണം. പെരുസാ കെട്ടണം. എന്റെ ആന്റി, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് പണിയെങ്കിലേ മിനിമം 50 ലക്ഷം രൂപയെങ്കിലും വേണം. വേണ്ട സിദ്ധു? എല്ലാ സൗകര്യമുള്ള വീട് പണിയണമെങ്കിൽ പറഞ്ഞത് കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ 50 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ എന്തായാലും ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാസം തോറും അടവ് വരൂലേ? അല്ല, നമുക്ക് പൂട്ടിയിടണ്ട. ഒരു കാര്യം ചെയ്യാം, വാടകയ്ക്ക് കൊടുക്കാം. അവിടെ അതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 10-15 രൂപയെങ്കിലും കിട്ടില്ലേ മാസം? ഇല്ലേ അമ്മൂമ്മ? ആ കിട്ടുമായിരിക്കും. 50 ലക്ഷം രൂപ നമ്മൾ കോട്ടിട്ടാലും പണിതൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു 60-65 ലക്ഷം രൂപയാകും. അയ്യോ സംഭവം നമ്മൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പടവലം വീട് പൊളിക്കുകയാണെങ്കിൽ അവിടെ കയറ്റി വിട്ടേക്കണ തടി ഏതൊക്കെയെന്ന് അറിയോ? തേക്ക്, ഈട്ടി എന്ന് വേണ്ട പല പല ടൈപ്പ് തടിയുണ്ട്. എല്ലാം വില കൂടിയ സാധനമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 20-25 ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഉറപ്പല്ലേ? ചന്ദനം ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ചന്ദനം ഉണ്ടോ? പറയാൻ പറ്റില്ല, ചിലപ്പോ കാണും. ആഹാ, അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ ഒരു ഐഡിയ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തോട്ടെ. വർക്കാവുമെങ്കിൽ എടുത്തു. അളിയന്റെ ഐഡിയ ആണല്ലോ ഇവിടെ എത്തിച്ച്. ഇനി ബാക്കി പറ. നമുക്കേ ആ സ്ഥലത്ത് നല്ലൊരു കിടിലൻ മോഡേൺ വീട് പണിയാം. എന്നിട്ട് നമുക്ക് ഷൂട്ടിംഗുകാർക്ക് വാടകയ്ക്ക് കൊടുക്കാം. പെർ ഡേ ബേസിസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇങ്ങോട്ട് കിട്ടും. നമുക്ക് ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് EMI അടയ്ക്കാം. എന്റെ ഒരു ഫ്രണ്ട് ആർക്കിടെക്റ്റാ, കിടിലൻ ആർക്കിടെക്ട്. ഞാൻ അവനെ വിളിക്കട്ടെ. അളിയൻ പറഞ്ഞ ഐഡിയ കൊള്ളാം അല്ലേ ചേച്ചി? സംഭവം ഈ സിനിമാക്കാർക്ക് കൊടുക്കാനാണെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അവിടെ. അവന്മാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല പ്രകൃതി രമണീയമായത്, പിന്നെ ബാക്കിൽ നല്ല പുഴ പോണം അല്ലേ ചേച്ചി? പക്ഷെ അളിയാ, ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് വീട് പണിയാന്ന് പറഞ്ഞാലേ തെറ്റിട്ട പോലെ ഇരിക്കും, ഒരു രസം ഉണ്ടാവൂല. വേണ്ട, നമുക്ക് അങ്ങനെ പണിയണ്ട. നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ പണിയാം. അതെ, ഇവിടുന്ന് പടവലം വരെ 1 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ വർക്ക് കിട്ടുന്ന കാര്യത്തിൽ ടെൻഷൻ ഒന്നുമില്ല. ഷൂട്ടിങ്ങിന്റെ വർക്കേ സംഭവം ആക്ച്വലി നൈസ് ഐഡിയ ആണ്. അമ്മൂമ്മ എന്താ പറയുന്നു? മോനെ, മോന്റെ കൂട്ടുകാരൻ ആർക്കിടെക്ട് ഇല്ലേ? ആർക്കിടെക്ട് അമ്മൂമ്മ. അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിക്കേ.